നമസ്കാരം, ഞാൻ അനൂപ് മലർ. കമ്മത്ത് സെറാമിക്സിൻ്റെ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു വീടാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം കിട്ടുന്നില്ല. അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നല്ല മനോഹരമായ ഒരു വീട് വെക്കുകയാണ് എന്ന് എല്ലാവരുടെയും ആഗ്രഹം. അതേപോലെ ഒരു മനോഹരമായ ഒരു വീട് നമുക്ക് കാണാം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? വിഷുക്കാലമായി നിങ്ങൾ നാട്ടിലേക്ക് വന്നതായിട്ടില്ല? ഓക്കെ, ഞാൻ ബോൺ ആൻഡ് ബോട്ട് ഇവിടെ തലശ്ശേരിത്തിനാണ്. ഇപ്പം താമസിക്കുന്നത് ബോംബെയിലാണ്. 30 വർഷമായിട്ട് ബോംബെ താമസിക്കുകയായിരുന്നു. ഇപ്പം നാട്ടിൽ വെക്കേഷന് വരുമ്പോൾ ഒരു ചെറിയൊരു വീട്, അതൊരു സ്വപ്നമായിരുന്നു. അത് നടന്നു. അതിന് ദൈവത്തിന് നന്ദി. ഇനി നമുക്ക് കൂടുതലായിട്ട് വീട്ടിലെ വിശേഷങ്ങൾ അറിയാം അല്ലേ? ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ മാത്രമല്ല, ഓപ്പൺ കിച്ചണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അടിപൊളി വാളാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ ഇത് എന്താ പറയുക, വാൾ പെയിൻറ്റിംഗ് എന്നാണ് തോന്നുന്നത് അല്ലേ എന്താ? പക്ഷേ ഇത് വാൾ പെയിൻറ്റിംഗ് അല്ല, ഇത് കളർ ടൈലിൻ്റെ എത്നിക് ലോസ്റ്റ് ബ്ലൂ ഡെക്കോർ എന്ന് പറഞ്ഞ ഒരു ടൈലാണ്. ആ ടൈലാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയുന്നത് നമ്മുടെ കിച്ചണാണ് അല്ലേ? അപ്പോൾ കിച്ചൺ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആരാണ് അറിയുന്നത് പറയുന്നത്? കിച്ചൺ ഇത് നമ്മളെ മിസ്സിസ് ഇരുന്ന് ചെയ്യിച്ച സംഗതിയാണ്. അത് നമ്മളെ മുഴപ്പിലങ്ങാട് ഒരു സായി എന്ന് പറഞ്ഞൊരു അയാളാണ് ചെയ്തത്. അയാൾ നല്ല ഇൻറ്റീരിയറാണ്. അയാൾ നല്ല വൃത്തിയിൽ ചെയ്തായിരുന്നു. നമ്മൾ പറയുന്ന പോലെ ചെയ്തായിരുന്നു. അവരെ ഒരു എല്ലാ വർക്കും ചെയ്ത് അവർ ഇൻറ്റീരിയർ വർക്കെല്ലാം അവരാണ് ചെയ്തത്. നമ്മളെ ഇഷ്ടത്തിന് അവർ നമുക്ക് പറഞ്ഞ പോലെ ചെയ്തായിരുന്നു. അരവിന്ദേട്ടനും ഏച്ചും പറഞ്ഞ പോലെ തന്നെയാണ് ഇന്റീരിയർ ഡിസൈനർ അത് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ ഇഷ്ടത്തിനുള്ള കിച്ചൺ, അതിനുള്ള ക്യാബിനറ്റ്സ് ഒക്കെ സായി അല്ലേ? സായി മുഴപ്പിലങ്ങാട് ഇത് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗാലക്സി ഗ്രാനൈറ്റ് ആണ് കിച്ചൺ കൗണ്ടർ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ ക്യാബിനറ്റ്സിനും ഈ ഫ്ലോറിംഗ് ടൈൽസിനും വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ മാച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. നമുക്ക് ബെഡ്റൂമിലേക്ക് അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വീടിന്റെ ഫ്ലോറിംഗിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് RAKയുടെ 8160 ഗർഭജ്ഞാന എന്ന് പറഞ്ഞ ഒരു ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വൈറ്റ് കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സാർ? പണ്ടേ വൈറ്റിനോട് ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് അതാണ് യൂസ് ചെയ്ത്. പിന്നെ അവിടെ കമ്പത്തിൽ പോയി കുറേ കളർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വൈറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട അവിടെ നിന്ന് എടുത്തു. നിങ്ങൾ നമ്മുടെ ഷോറൂമിലേക്ക് വന്നു, ടൈൽസ് കണ്ടു, വൈറ്റ് കളർ ചൂസ് ചെയ്തു. നമ്മുടെ ഷോറൂമിൻ്റെ സെലക്ഷനെ പറ്റിയിട്ടൊരു 2 വാക്ക്. നിറയെ ഇതുണ്ടായിരുന്നു, ചോയ്സ് ഉണ്ടായിരുന്നു. നമുക്ക് വൈറ്റ് കണ്ടുകൊണ്ട് കൂടുതൽ നോക്കാൻ പറ്റിയില്ല. പിന്നെ കിച്ചൻ്റെ വൈറ്റിനോടുള്ള എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ മിസ്സിസും മോളും വന്നിട്ടാണ് ചോയ്സ് ചെയ്ത്. ഇവിടുത്തെ ടൈൽസ് ഫുള്ള് അവർ രണ്ടായിട്ട് ചോയ്സാണ്. കിച്ചണായാലും ഫ്ലോറിങ്ങിൻ്റെ ടൈൽസും ബാത്റൂമിൻ്റെ എല്ലാം അവരുടെ ചോയ്സാണ്. ബെഡ്റൂംസും ബാത്റൂംസും ഒന്ന് കാണാം. നല്ല ചെറിയൊരു ബെഡ്റൂം അല്ലേ? നല്ല ഭംഗിയായിട്ടുള്ള വുഡൻ കബേർഡ്സും വുഡൻ വെച്ചിട്ടുള്ള നല്ല മനോഹരമായ ഒരു ബെഡ്റൂമാണ്. അതേപോലെ നമുക്ക് ബാത്റൂമിലേക്ക് പോവുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഡിസൈനർ ടൈല് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിയൻസയുടെ ഒരു ലീഫ്. അതെ, അത് ഈ ബാത്റൂമിലായിരിക്കും അല്ലേ? ഈ ബാത്റൂമിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കജാരിയുടെയും ക്രിയൻസയുടെയും ടൈൽസ് ആണ്. റോയൽ ഫ്ലോയേജ് ഗ്രീൻ എന്ന് പറഞ്ഞ ക്രിയൻസയുടെ ഡിസൈനർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഡിസൈനർ ടൈൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ വന്നപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്. കാരണം നമ്മളത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഡിസ്പ്ലേ കഴിഞ്ഞ് ചെയ്ത ഉടനെ നിങ്ങളത് കണ്ടു, നിങ്ങളത് ഇഷ്ടപ്പെട്ടു, സെലക്ട് ചെയ്തു. ഫസ്റ്റ് കസ്റ്റമർ. അതെ, ഇത് നമ്മുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച ഫസ്റ്റ് കസ്റ്റമറാണ് ഈ ഒരു ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്, ക്രിയൻസയുടെ റോയൽ ഫ്ലോയേജ് ഗ്രീൻ. അതിന് നമുക്ക് മുകളിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ. സ്റ്റെപ്സ് ഒക്കെ ഗ്രാനൈറ്റിലാണ് യൂസ് ചെയ്തത്. മുകളിൽ 2 ബെഡ്റൂമാണ്. അതിൻ്റെ അതിന് കണക്കായിട്ട് ബാത്റൂം ഉണ്ട് 2. ഓക്കെ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് RAKയുടെ ഓയിസ്റ്റർ ബ്ലാക്കും എലൈറ്റ് വൈറ്റുമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം, നമ്മുടെ ഈ വീട്ടിന്റെ എല്ലാ ബാത്റൂംസിനും യൂസ് ചെയ്തിരിക്കുന്നത് കജാരിയുടെ കെറോവിറ്റിന്റെ സാനിറ്ററി വെയറാണ് നമ്മൾ എല്ലാ ബാത്റൂമിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഭവം അടിപൊളിയാണല്ലോ. ഇതൊരു പ്രത്യേക ഒരു ബാൽക്കണി ടൈപ്പാണ്. ഒരു മോന് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയാണ്. അതെ, ബെഡ്റൂമിന് ചെറിയൊരു സ്റ്റെപ്പ് പോലെ ആക്കി ഒരു ചെറിയൊരു ബാൽക്കണി. ഈവനിങ്സിലൊക്കെ വന്നിരിക്കാനും. അതെ, നൈറ്റിലൊക്കെ എനിക്കൊന്ന് നല്ല ഭംഗിയുണ്ടാവും വന്നിരിക്കാൻ. ഇത് പ്രത്യേകിച്ച് ഈ ലൈറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോൺ എഫക്റ്റും ഒക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഭംഗിയായിട്ടുണ്ടാവും ഈ ബാൽക്കണി. ഈ വീടിന്റെ ടൈൽസ് നമ്മൾ വാങ്ങിച്ചു. ടൈൽസ് വാങ്ങിക്കാൻ മാത്രമല്ലല്ലോ, ടൈൽസ് വിരിക്കാനും ഒരു കഴിവ് വേണം. ഇത് ആരാണ്? നമ്മളെ അനൂപ് എന്ന് പറഞ്ഞ പെൺഡ്രൈവിലുള്ള ഒരാളാണ് ചെയ്തത്. നല്ല എല്ലാം ഡീസൻ്റ് ആയിട്ട് ചെയ്തായിരുന്നു.
അവർ അജന്ത ബിൽഡേഴ്സിൻ്റെ ജോലിക്കാരനും കൂടിയാണ് അവർ ചെയ്ത്. ഇപ്പൊ ഈ വീട് ബിൽഡ് ചെയ്തിരിക്കുന്ന അജന്ത ബിൽഡേഴ്സ്, അത് തലശ്ശേരി, അജന്ത ബിൽഡേഴ്സ് തലശ്ശേരി, അവരാണ് ഈ വീട് പണി ചെയ്തത്. ഓക്കെ, അവർ ടൈം ലിമിറ്റിൽ നമുക്ക് ചെല്ലാം ചെയ്തു തന്നായിരുന്നു. എല്ലാ മെറ്റീരിയലും അവർ നല്ല സാധനമാണ് യൂസ് ചെയ്ത്, നല്ല സാധനം. ഓക്കെ, അജന്ത ബിൽഡേഴ്സ് തലശ്ശേരി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഒരു ബെഡ്റൂമിനൊക്കെ ഒരു ബാത്റൂം അത് മോളതാണ്, മോളെ പ്രത്യേക ചോയ്സ് പ്രകാരം ഉണ്ടാക്കിയതാണ്. ഈ ബാത്റൂം നമ്മൾ ചെയ്തിരിക്കുന്നത് കജാരിയുടെ ബ്ലാക്ക് ഗോൾഡും ആംബ്ലർ ബിയാങ്കോ എന്ന് പറഞ്ഞ 4x2 ടൈലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ 12652 അതാണ് നമ്മൾ ഇതിന്റെ ഫ്ലോറിംഗ് ആയിട്ട് ഫുൾ ബോഡി ടൈൽ ഫ്ലോറിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അതെ, നമ്മളിത് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫ്ലോറിങ്ങും ഫുൾ ബോഡി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ മിസ്റ്റർ അനൂപ് മേസൺ ഇതൊരു നല്ല ഭംഗിയായിട്ട് തന്നെ പുള്ളി ടൈല് ലേ ചെയ്തിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു വീട്, അരവിന്ദേട്ടൻ്റെ സ്വപ്നത്തിലെ പോലെ ഒരു വീട് അരവിന്ദേട്ടൻ്റെ ഇവിടെ പണി കഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കൂടുതലായിട്ടുള്ള വീട്ടുവിശേഷങ്ങളായി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇന്ന് നമുക്ക് വളരെ സന്തോഷമുണ്ട്, അരവിന്ദേട്ടൻ്റെ അതിഥികളായിട്ട് ഈ വീട്ടിൽ വന്നു. നിങ്ങളുടെ സൽക്കാരമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളെ സ്വന്തം തലശ്ശേരിക്കാരുടെ ഒരു സ്വീകരണം നമുക്കിവിടെ കിട്ടി. താങ്ക് യു വെരി മച്ച് അരവിന്ദേട്ട. അപ്പം അടുത്ത പ്രോഗ്രാം കാണുന്നത് വരെ താങ്ക് യു.